ഇരിക്കെ. ഉഷയുടെ അനിയത്തി അല്ലേ? എന്താ പേര്? ഇന്ദുന്നാ. ആ, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ശിഷ്യനാ. പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് കുട്ടിതാ എത്ര ഉള്ളൂ. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞാൻ ഡ്രോയിങ് മാഷ് അക്കിത്തം, ഓർമ്മയില്ലേ? ആ, അപ്പോ ഉഷ വീട്ടിൽ വന്നില്ല അല്ലേ? തിരുവനന്തപുരത്ത് പോയിരിക്കുക അല്ലേ? അല്ല, വീട്ടിൽ വന്നിട്ടേ പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. അവിടെ അസംബ്ലി തുടങ്ങിയല്ലോ, അത് കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു. ഇന്നലെ കൂടെ എന്നെ അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഇവിടെ സമരവും ബഹളവും എന്നൊക്കെ പത്രത്തിൽ വായിച്ചപ്പോ അച്ഛനൊരു പേടി. അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞാച്ചതാ. അച്ഛനോട് ഒന്നും പേടിക്കണ്ടെന്ന് പറയണം. അല്ല, നിങ്ങൾ എങ്ങനെ വന്നേ? ട്രെയിനില്ല. ആഹാരമെല്ലാം കഴിച്ചു? വരുന്ന വഴിക്ക് കഴിച്ചു. ആ, അപ്പൊ ചാക്കോച്ച, ഇവർക്കിന്ന് വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ പോകാമല്ലോ. ഒരു ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞു കൊടുക്കും. അത് ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അച്ഛനോട് ഒട്ടും പേടിക്കണ്ടെന്ന് പറയും. ഉഷ ഒരാഴ്ചക്ക് അങ്ങ് എത്തും. ആ, അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. ഞാൻ പറ്റേ? ഓക്കെ. നമ്മുടെ കാര്യം എന്താടാ? കണ്ണെഴുതി ആലിലത്താലിച്ചി. ഇത്തവണൂടെ തോറ്റ മൂക്ക് തുളച്ചും കുണുക്കിടും. ആരുടെ മുഖ തുറക്കുന്നത് കാണാലോ. ദാമു, സ്കൂ ഡ്രൈവർ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. പാതി അടിക്കാതെ കളി അപ്പൊ കാണാലോ. അതിന് സുഖം. അപ്പൊ അത് ശരി. കള്ളക്കളി അല്ലേ? അങ്ങനെ വേണ്ട, സ്വന്തം ചെവിയിൽ നേരെ സൂത്രം തുടങ്ങിയിട്ട് കുറച്ച് നേരത്തേക്ക് നടത്തിരിക്കാം. ആരാ? നിന്റെ തന്ത. മോർണിംഗ് സർ. पंकज पूथा, वेस्ट मीट ഈറ്റ് യഹൂദി മെനുഹിൻ രവിശങ്കർ. ഇതാ നമ്മുടെ AR വെക്കുന്ന മെനുഹിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, തരവരതാ തരനരി തരവരതാ തരനരി, ആണോ? ആ, എടാ ഞാനൊന്ന് കേട്ടിട്ട് വരാം. ബൈ.
എല്ലാവരും ഒന്ന് ലൈനായിട്ട് തന്നെ നിക്കണം. എന്താടാ കാലിനൊരു ഏന്തല്? വല്ലവരും തല്ലി പിടിച്ചോ? നിനക്കൂടെ വേണ്ടിട്ടാ പറഞ്ഞ മാറണം. അപ്പോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാല് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾ പോലീസുകാരുടെ ഇടയിൽ പലതരം ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് 3 തരം. മനസ്സിലായോ? 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 ഇല്ല. ഒന്നാമതായിട്ട് ചോദിക്കാതെ പറയാം. അതായത് സാർ ഇവിടം വരെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നാ ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് തുറന്നു പറഞ്ഞു കളയാം. അങ്ങനെ വല്ലതും പറയാനുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് കൈ പൊക്കടാ. ഓ രണ്ടാമതായിട്ട് ഞങ്ങൾ ഈ വാരിയലുണ്ടല്ലോ, വാരിയലിൽ പതുക്കെ ഇണക്കിലെടുത്ത് പറ 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 പറ. ഇതിലുണ്ടോ? ഇല്ലേ? ഇല്ലേ? കൊണ്ടോടാ. ഇല്ലേ? നിനക്കോ? കൈ ഒന്നുമില്ല അല്ലേ? ഇകളില്ലേ? ഇകളില്ലേ? അപ്പോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എവിടെ ഉഷ പറഞ്ഞു പോയി. പറയാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓഹോ, അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നേ. പിന്നെന്തിനാ ഇത്ര വലിയ നാടകം? നാടകോ? ഞാനാണോ നാടകം കളിക്കുന്നേ? ഇത്രയും ദിവസം ഇവിടെ കുഴഞ്ഞാടി ജീവിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവന്മാര് ചെയ്തതെന്നറിയോ? കിഡ്നാപ്പിംഗ്. അത് വകുപ്പ് പറയാ. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഓ അത് ശരി, സുഖവാസത്തിന് വന്നായിരിക്കും. നാണം ഉണ്ടോടി നിനക്ക്? വിളിച്ചു താമസിച്ചാൽ കൊണ്ടൊരു കമ്പനി. ഓ പണക്കാരനുണ്ടല്ലോ. എടി ഇതിനും അനാവശ്യം പറയരുത്. എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ താമസിക്കും. കുറെ ദിവസം താമസിച്ചല്ലോ, ഇനി താമസിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. വാരര മാസം മോളായി പോയി. ഇല്ല എന്റെ തനിനിറം ഞാൻ കാണിച്ചു തന്നെ. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അന്വേഷിച്ച് എന്റെ അടുത്താ വരുന്നേ. ഞാൻ ഓയി വെക്കാൻ ഫൂൾ. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? കഴിവന്മാരെല്ലാം വണ്ടി ഒരു മിനിറ്റ് പ്ലീസ്, ഒന്ന് വരൂ.
വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പത്ര ഓഫീസിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്നൊരു നുണയും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേരും. സാർ, ഇനി ഞാൻ സത്യം പറയാം. അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ്. അറിയാം, ഞെട്ടുന്നൊന്നുമില്ല. ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ബേസിക് ഫില്ലിന് ഉള്ളവരല്ല, പാവങ്ങളാണ്. നല്ല ഭാവങ്ങളാ. ഉഷയ്ക്ക് ഇവരെ ഇന്നലെ വരെയുള്ളൂ. എനിക്കിവരെ വർഷങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് ആ ദാമുവിനെയും സണ്ണിയും. വേറൊരുത്തരം കൂടെ ഉണ്ട്, അജിത്ത്. കഴിവറവൻ. ആ കോളയിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആ ദിവന്മാരെ മൂന്നിനെ പിടിച്ചങ്ങ് പൂച്ചു. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ. ഞാൻ ഇവന്മാരെ ഇതിന് മുമ്പും തല്ലിയിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാണോ? എല്ലൊടിച്ചത് ഓരോന്നായിരിക്കും. ഒന്ന് പോടായിരുന്നു. ചേച്ചി വന്നില്ല, കാണായിരുന്നു. എനിക്ക് എപ്പോണെങ്കിലും പോവാം, ആരും എന്നെ തടയാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെയാവും. ഞാൻ ആ ലേഖനം എഴുതി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. മനഃപൂർവ്വമല്ല. ഈ 4 പേരെയെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ. ഞാനെന്ത് പറയാനാ? ഒന്നും പറയുന്നില്ല. എല്ലാം ഉഷയുടെ ഇഷ്ടം. ഇനിയിപ്പോ ഞാൻ വീട്ടിലെന്ത് പറയണം? ആ ചാക്കോച്ചനോട് എന്ത് പറയണം? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു പ്ലീസ്. സാർ അമ്മയെ കാണാൻ പോയോ? ഇല്ലെന്നേ. എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ. എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ എന്നെ കൊല്ലും. ഓഹോ, കളിയാക്കിയതാണല്ലേ? അല്ല സാറ്. നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ പരിചയമായി, അടുപ്പമായി. ഇനി ഈ സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവായി കൂടി. കേൾക്കുന്നവർക്കും പോറ്, പറയുന്നവർക്ക് അതിലേറെ പോറ്. എന്നാ മിസ്റ്റർ പ്രതാപ്? ആണ്ട കിടക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. അവരുടെ ഒരു തമാശ. എന്താടാ, വീട്ടിലൊരു അസ്ഥി വന്ന ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ഒന്നും അറിയില്ലേ? സാറിന് ചായ എടുത്തുണ്ട്. ആ പിന്നെ ആ മെനുഹിന്റെ ഡിസ്ക് കൂടെ എടുത്തു. റേഞ്ചില്ല. കേട്ടിട്ട് തരാം. ഇവിടെ അതിനുണ്ടോ? എന്നിട്ട് അയ്യോ മാറിക്കോ. അയ്യോ അയ്യോ. ഇതില് വല്ല മയക്കുമരുന്നും കലർത്തിയിട്ടുണ്ടോടാ? അയ്യോ സാറ് ചുമ്മാ. ആ, പിന്നൊരു കാര്യം. ഇത്രയും ദിവസം നിങ്ങൾ 5 പേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത്. 6ാമതൊരാളൂടെ അറിഞ്ഞിരിക്കുന്നു. അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ തിരിച്ചു പോവാൻ. ഐ എം ടേക്കിംഗ് എ റിസ്ക്. എന്ന് വെച്ചാൽ മൊത്തം കാര്യങ്ങൾ രഹസ്യമായിരിക്കണമെന്ന്. ആ, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മൂക്കിന്റെ മുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ? അല്ലടാ, ഞാൻ പറ്റേ